hello, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. And welcome back to Tanu's Diaries. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ക്രാക്ക് ആൻ ഇൻ്റർവ്യൂ. എല്ലാവർക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണല്ലേ. ഇപ്പോൾ എത്ര പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എന്ന് കേട്ടാൽ നമുക്കൊന്ന് ചെറുതായിട്ടൊരു പേടി ഉള്ളിൽ തോന്നാറുണ്ട്. കാരണം റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ആരും അറിയാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പകർത്താമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു കുറച്ച് പേരുടെ ഫ്രണ്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. സോ ഇൻ്റർവ്യൂവിന് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രയും പ്രിപ്പറേഷനോടുകൂടെ പോയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റിട്ടേൺ എക്സാമിൽ അത്യാവശ്യം നമ്മൾ മാർക്ക് സ്കോർ ചെയ്തു, ഇൻ്റർവ്യൂവിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം, എന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുന്നിലെത്താൻ പറ്റത്തുള്ളൂ. സോ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ ഇല്ലയെന്നും പറഞ്ഞിട്ട് ആ ഒരു ഒഴുക്കൻ മട്ടിലൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പേരാണ് സീരിയസ് ആയിട്ട് എടുത്ത് അത് പ്രിപ്പയർ ചെയ്തത്. സോ ഇനി നമുക്ക് വളരെ കുറച്ച് ടൈമേ മുന്നിലുള്ളൂ. ആ ഒരു ടൈമിൽ ഈ പ്രിപ്പയർ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇൻ്റർവ്യൂ സ്കിൽസ് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. അതും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ്റർവ്യൂവിൽ നമ്മൾ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവേഴ്സ് നമ്മുടെ ഒരു നോളജ് മാത്രമല്ല അസസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഈ ഇൻ്റർവ്യൂവിൽ നമ്മുടെ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, പിന്നെ നമ്മൾ ലോകത്തെ സമീപിക്കുന്ന രീതി, ഇതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യാറ്. നോട്ട് ഓൺലി അവർ നോളജ്, നമ്മുടെ നോളജ് മാത്രമല്ല അവർ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്നുവെച്ചാൽ ഓൾറൗണ്ട് നമ്മളെ അവർ മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂവിന് ടോട്ടൽ സ്കോർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിന് ജനറൽ ആയിട്ടുള്ളൊരു 4 ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും നല്ല മാർക്ക്, ടോപ്പ് മാർക്കിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രിപ്പറേഷൻ. ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ ഇൻ്റർവ്യൂവിനായാലും റിട്ടേൺ എക്സാമിനായാലും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പ്രിപ്പറേഷൻ ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കാൻ പറ്റുമല്ലോ. ഒരു വ്യക്തിയല്ല ഇൻ്റർവ്യൂ നടത്തുന്നത്, ഒരു 3-4 മെമ്പേഴ്സ് ഇരുന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയണം എന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് അറിവുണ്ടായിരിക്കണം. നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻ്റർവ്യൂവിന് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്, ഇനി പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന കാരണം എന്തായാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ മുൻപിൽ കുറച്ച് ചുരുങ്ങിയ ഡേയ്സാണുള്ളത്. ആ ഒരു ഡേയ്സ് നമ്മൾ പാഴാക്കാതെ, ടൈം വേസ്റ്റ് ആക്കാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനെയൊക്കെ പറ്റിയാണ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടതെന്ന്. ഫസ്റ്റ് നമ്മുടെ സിലബസ്, ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് വയ്ക്കുക. നഴ്സിംഗ് സബ്ജക്ട്സ് എല്ലായിടത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം DHS ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ സിലബസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഏരിയ നമുക്ക് ഒഴിവാക്കാനല്ല, എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏരിയയെക്കുറിച്ച് നന്നായിട്ട് ബോധം വേണം. അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വേ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് വയ്ക്കുക. ഇപ്പം നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് തരാറുണ്ട്. സോ ഇപ്പം നിങ്ങൾ വീട്ടിലാണ്, നിങ്ങൾക്ക് അതിന് പോകാൻ ടൈമൊന്നുമില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, കണ്ണാടി ഉണ്ടല്ലോ, മിറർ ഉണ്ടല്ലോ, അതിനെ ഫ്രണ്ടിൽ നോക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ പറയുന്നത് പോലെ പറഞ്ഞ് പഠിക്കാം. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇൻ്റർവ്യൂ സെക്ഷൻസിൽ നമുക്ക് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ്. അവർ ചോദിക്കാതെ നമുക്കറിയത്തില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അതൊക്കെ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നന്നായിട്ടൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് വാചകങ്ങളങ്ങ് കാണാതെ പഠിച്ചിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാം, കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലായിടത്തും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നു, പിന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഇതാണ്, എൻ്റെ ഹോബീസ് ഇതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക,
നമ്മൾ പറയുന്ന രീതിയിൽ ഒന്ന് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. കൺവീനറുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം പറഞ്ഞ് പഠിക്കാൻ നോക്കുക കേട്ടോ. കാരണം നല്ല ഡോക്ടേഴ്സും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മളും ഇംഗ്ലീഷിലൊന്ന് പറയുവാണെങ്കിൽ കൊള്ളാം, ലാംഗ്വേജ് വൈസൊക്കെ കുറച്ച് കൊള്ളാം. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. അവിടെ കിടന്ന് തപ്പിത്തടയേണ്ട കാര്യമില്ല. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ അത് കഴിഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷനാണ്. അതായത് ബി കോൺഫിഡൻറ്റ് യുവർ സെൽഫ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ. സോ നമ്മൾ ഇൻ്റർവ്യൂവറിന് കൊടുക്കുന്ന ഇംപ്രഷനാണ് നമ്മുടെ സ്കോർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ മോശമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു രീതിയിലേ നമ്മൾ അവരെ എന്ത് ചെയ്യൂ, കാൽക്കുലേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും അവരുടെ ഫേസിൽ നോക്കി തന്നെ സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെ ഒട്ടക്കണ്ടിട്ടൊന്നും നോക്കരുത് കേട്ടോ. ഏത് സാറാണോ ചോദിക്കുന്നത് അവരുടെ ഫേസിൽ നോക്കി തന്നെ ഉത്തരം പറയുക. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ആ ഐ കോണ്ടാക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും കേട്ടോ. ഐ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. ഫസ്റ്റ് ഇംപ്രഷനകത്ത് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ അറ്റയർ, അതാണ് അവർ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്നവരായാലും വെൽ ആൻഡ് നീറ്റ് ഡ്രസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂസിന് പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ, അവർ മുൻപ് നടക്കുന്നത് പോലെ കീറിയ ജീൻസും മറ്റേ മോഡേൺ ജീൻസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പറ്റുമോ? അങ്ങനെയല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ഷർട്ടും ടൈയും എല്ലാമൊക്കെ കിട്ടി ഇഞ്ചൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പം നീറ്റ് ഡ്രസ്ഡ് ആയിരിക്കണം. മോഡേൺ ഡ്രസ്സ് ആവാം, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പം കുറച്ച് ഇൻ്റർവ്യൂവിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു ഡ്രസ് കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെൽ ആൻഡ് നീറ്റ് ഡ്രസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ഡ്രസ്സിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കുട്ടിക്കൊള്ളാം എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അറ്റയർ ഭയങ്കര അട്രാക്റ്റീവ് ആക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീറ്റിങ്സ്, അതായത് നമ്മളിപ്പോൾ ഏത് ടൈമിലാണോ കയറുന്നത് അവിടെ ഇരിക്കുന്നത് നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ഈവനിങ് ആണോ, ആ പറയുന്ന വാക്കുകൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. പേടിച്ചിട്ട് ഇങ്ങനെ കയറി ചെല്ലരുത്, ഭയങ്കരമായിട്ട് നെർവസ് ആവരുത്. പിന്നെ കൂടുതൽ അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്യരുത്. നിങ്ങൾ എന്താണോ അതുപോലെ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ഇൻ വേർഡ്സ്. നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക. പേടിച്ച് അങ്ങനെയൊന്നും കയറി പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ആൻസർ സിൻസിയർലി. അതായത് നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സിൻസിയറായിട്ട് ഉത്തരം പറയുക. കള്ളത്തരമൊന്നും പറയാൻ നിൽക്കാതെ. ഇപ്പം നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ ചോദിച്ചാൽ ചുമ്മാ കുറച്ച് നമുക്കൊന്ന് കുറച്ച് പൊങ്ങച്ചം കാണിക്കാമെന്ന് പറഞ്ഞാൽ കള്ളത്തരമൊന്നും പറയരുത്. പിന്നെ അവിടെ കിടന്ന് ചുറ്റിത്തിരിയേണ്ടി വരും. വളരെ സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, ഉത്തരം പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ സിൻസിയറായിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻ്റർവ്യൂ കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് കേട്ടോ. സോ സിൻസിയറായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അറിയില്ല എന്ന് തന്നെ പറയുക. അവിടെ കിടന്ന് അങ്ങ് ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല. അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല സാർ എന്നങ്ങ് പറയുക. പിന്നെ അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ വളരെ സിൻസിയറും കോൺഫിഡൻ്റ് ആകുമ്പോഴത്തേക്ക് അത് അവർക്ക് ആകർഷകമായിട്ട് തോന്നും കേട്ടോ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് കേട്ടോ. അതായത് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ഫുൾ സ്കോർ എടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യു ഷുഡ് ഗൈഡ് യുവർ ഇൻ്റർവ്യൂവർ. അതായത് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളെ നമ്മൾ തന്നെ ഇൻ്റലിജൻ്റായിട്ട് എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബയോഡേറ്റ് നമ്മൾക്ക് അവർ പൂരിപ്പിക്കാൻ തരുമല്ലോ. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഹോബീസ്, നമ്മൾ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം ചോദിക്കുന്നുണ്ടാവും. സോ നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ഒരു ഏരിയ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചോദിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പറയേണ്ട രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം
കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മെയിനായിട്ട് നടക്കുന്ന പ്രൊസീജിയേഴ്സ്, അവിടെ വരുന്ന ഡിസീസ് കണ്ടീഷൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഏരിയയിലേക്ക്, നമ്മൾ ഉത്തരം പറയുന്ന ഏരിയയിലേക്ക് ഇൻ്റർവ്യൂവറെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്രവൃത്തി നമ്മൾ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ തന്നെ ആൻസർ പറയുമ്പോൾ അതിന് ബേസ് ചെയ്തതിനെ പിന്നെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഏരിയയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മൂവ് ആവും എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇൻ്റലിജൻറ്റ് വേയിൽ നമ്മൾ ആൻസർ പറയുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് നമ്മൾ ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹോബീസ് പറ്റി ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഹോബീസ് പറയുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ്. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താ പഠിച്ച് വയ്ക്കുക, അതിലോട്ട് നമ്മൾ ഇൻ്റർവ്യൂവറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. സോ അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മുടെ കൂടെ തന്നെ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ടിപ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ വെൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. പിന്നെ ആൻസർ എല്ലാം നമ്മൾ സിൻസിയറായിട്ട് തന്നെ പറയണം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പിന്നെ ഇൻ്റർവ്യൂവിനെ വ്യൂവറെ നമ്മൾ തന്നെ ഗൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂവിന് ഒരു ടോപ്പ് സ്കോർ എടുക്കാൻ പറ്റും, നമുക്ക് റാങ്കിൽ മുന്നിലെത്താൻ പറ്റും. സോ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുക കേട്ടോ. ഇനി ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് DHSൽ ചോദിച്ച ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അല്ലാതെ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ആൻഡ് ബൈ ബൈ, സീ യു അഗെയിൻ.